ബിസിനസ് ചെയ്തിട്ട് 1-2 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും പലർക്കും അറിയില്ല നമ്മൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്, എന്താണ് ഡയറക്ട് സെല്ലിങ്. അങ്ങനെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അന്തസത്ത പൂർണ്ണമായും മനസ്സിലാക്കി എത്ര പേരിനകത്തുണ്ടെന്ന് വെച്ചാൽ സംശയമാണ്. അങ്ങനെ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ബിസിനസ്സിനകത്ത് ഈ പറയുന്ന നമ്മുടെ ബിസിനസിന്റെ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഇറങ്ങി അങ്ങ് ആഴത്തിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക പോവുകയോ ചെയ്യണം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ സിംപ്ലസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എ കോമൺ മാൻ. ഒരു സാധാരണ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള അവസരങ്ങളാണ്. നമുക്കറിയാം, ഇപ്പൊ നമുക്ക് സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. ഇപ്പൊ ചില ആൾക്കാർ അസാധാരണമായി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം MA യൂസഫ് അലി നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണ്. അതുപോലെ എത്രയോ ആൾക്കാർ നമുക്കറിയാം അല്ലെ, നമ്മളൊക്കെ ചിന്തിക്കുന്ന അപ്പുറത്തേക്ക്. നമ്മൾ ചിന്തിക്കാൻ ജീവിതത്തിൽ ചിലപ്പോൾ 100 വർഷം ജീവിച്ചാലും നമ്മൾ ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു സാധാരണ മനുഷ്യൻ അവനെ സംബന്ധിച്ചിട്ട് അവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള കാര്യം. രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, പുറത്തോട്ട് പോകുന്നു, അവന് ചെറിയൊരു വരുമാനത്തോട് ജീവിക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് അവർ നോക്കുക. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്തുമാത്രം അവസരങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുക, അതല്ലേ ചെറിയൊരു ബിസിനസ് ചെയ്യുക, അതല്ലേ ഗൾഫിൽ പോവുക, ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെയുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിനകത്ത് ഏറ്റവും അസാധാരണ ലെവലിലേക്ക് ഉയരാൻ സാധ്യതയുള്ളത്. ഇപ്പൊ നമുക്കറിയാം, അസാധാരണമായി ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് ഈ ബിസിനസ് പറ്റൂല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സാധാരണക്കാരായിട്ട് നമുക്കറിയാം, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ പോകുന്ന ആൾക്കാർക്ക്, പല ആൾക്കാർക്കും ഈ ജീവിതത്തിൽ ഒരു വലിയ ഉറപ്പാണ്. ഇപ്പൊ നമുക്കറിയാം, ഇതിനകത്ത് എത്രയോ വീട്ടമ്മമാരുണ്ട്, എത്രയോ സാധാരണ ജീവിതത്തിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും ശരിക്കും തന്നെ ഇതിനകത്ത് ഈ ലെവലിൽ എത്താനുള്ള പ്രധാന കാര്യം എന്താണ്? ഈ ഒരു അവസരത്തിന്റെ ഒരു മഹിമയാണ്, ഈ അവസരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ആരോ പറഞ്ഞ് പണ്ട് കേട്ടിട്ടുണ്ട്, ദിസ് ഇസ് എ വെരി സിമ്പിൾ ബിസിനസ് ബട്ട് പീപ്പിൾ മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. നമ്മൾ തന്നെ അറിയാം, ടീമിനകത്ത് ചില ആൾക്കാരുണ്ട് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആകും ബിസിനസ്സിന്. ബിസിനസ് വളരെ ലളിതമാണ്, പക്ഷെ നമ്മൾ ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കും. എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് കുറ്റം പറയാം, ഇങ്ങോട്ട് കുറ്റം പറയാം, അത് ചെയ്യാം, മറ്റേ ടീമിൽ പോയി നോക്കാം, അടുത്ത ടീം. അത് വീട്ടിലാണ്, നമ്മുടെ നാട്ടിലെല്ലാം സ്ഥിരമായിട്ടുള്ളതാണ്. കാരണം നമുക്ക് നോക്കി കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെന്ന് നോക്കിക്കൊണ്ട് നടക്കുക, നമ്മുടെ വീട്ടിലെ പ്രശ്നം സോൾവ് ചെയ്യുക, അടുത്ത വീട്ടിൽ പോകുക, അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഈ ബിസിനസിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി എന്താണ് ഇതിനകത്തുള്ളതെന്ന് മനസ്സിലാക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫുൾ ടൈം ഓർ പാർട്ട് ടൈം കരിയർ. ഒരു പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യാവുന്ന ഒരു കരിയറാണ്. അഡീഷണൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അഡീഷണൽ സമയം ഉണ്ടാക്കാൻ സാധിക്കും, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതെല്ലാം കൂടെ പറ്റുന്ന ഏതെങ്കിലും പരിപാടി എന്നെ കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ അത് ചെയ്യാം. കാരണം പല ആൾക്കാർക്ക് ഇതൊക്കെ പറയാം, ഈ ബിസിനസിനെ കുറ്റം പറയുന്ന ആൾക്കാർ പല രീതിയിലുണ്ട്, പല ഇതിലുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കോ അല്ല ഇതൊക്കെയോ അല്ല ഞങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഞങ്ങളൊരു 7 വർഷം മുമ്പ് തുടങ്ങിയതിന്റെ ഫലമായിട്ട് നിരവധി ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായി. പല ആൾക്കാർക്കും നല്ല വരുമാനം ഉണ്ടായി, പല ആൾക്കാർക്കും ജീവിതത്തിൽ കോൺഫിഡൻസ് ഉണ്ടായി, പല ആൾക്കാർക്കും ജീവിതത്തിൽ തിരിച്ചു വരാമെന്നൊരു പ്രതീക്ഷ ഉണ്ട്. ഇപ്പൊ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, രക്ഷപ്പെട്ട ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, 100 കണക്കിനുണ്ട്. പക്ഷെ ഒത്തിരി ആയിരക്കണക്കിന് ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടായി. ഞാൻ ഏത് ജോലി ചെയ്താൽ എനിക്ക് ഇങ്ങനെ സാധനം സാധിക്കും, എന്റെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെ സാധിക്കും എന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് നമ്മുടെ ബിസിനസ്. അതിന് കിട്ടാവുന്ന ഏറ്റവും നല്ല കമ്പനിയാണ് ഡയറക്ട് സെല്ലിംഗിൽ. ഇത് കഴിഞ്ഞിട്ട് ഒരു കമ്പനി ഉള്ളത് ഞാൻ ഉറപ്പായിട്ട് പറയാം. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് അവസരങ്ങളും അതും ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഡയറക്ട് സെല്ലിംഗിൽ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്നൊരു കമ്പനി അതിൻ്റെതായിട്ടുള്ള സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ 16-ാം തീയതി 18-ാം തീയതി ഗവൺമെന്റ് ഓഫ് കേരള റിലീസ് ചെയ്യുന്ന ഒരുപക്ഷെ ലിസ്റ്റ് ഉണ്ടാകും. ഇന്ത്യയിൽ കേരളത്തിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ഇതൊക്കെയാണെന്ന് ലിസ്റ്റ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വരുമില്ലോ എന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പൊന്നുമില്ല. അങ്ങനെ വരുവാണെങ്കിൽ അതിനകത്ത് ആദ്യത്തെ പേരുകൾ മൈ ലൈഫ് ഉണ്ടാകുന്ന ഉറപ്പാണ്. എന്തായാലും ഇല്ലീഗൽ പ്രശ്ന ഇതുകൾ, അതായത് ബിറ്റ് കോയിന്, അത് ഇത് ഫണ്ട്, ഇതിലെല്ലാം തന്നെ തീർക്കുക അല്ലെങ്കിൽ അതിനൊക്കെ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ 18-ാം തീയതി ഒരു സാധനം വരുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ പ്രൊഡക്റ്റിന്റെ റേഞ്ച് ഒന്നും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ഡോക്ടർ അദ്ദേഹത്തിന്റെ കപ്പാസിറ്റിയിൽ ഇത്രയും വലിയ ഹോസ്പിറ്റൽ, ഇത് കൂടാതെ അതിന് 3 ബ്രാഞ്ച് ഉണ്ട്. ഈ 3 ബ്രാഞ്ച് ഹോസ്പിറ്റലും ഒക്കെ മാനേജ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ അദ്ദേഹത്തിന് പേഷ്യന്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനം 1 കോടിയുടെ ഓർഡറും കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത്രയധികം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം, അതും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു കൊടുക്കാനായിട്ട് എന്തിന്റെ ബുദ്ധിമുട്ടാണ്? അതിനകത്തുള്ള ലൈസൻസും സർട്ടിഫിക്കേഷൻസും നിങ്ങൾ നോക്കിയാൽ തന്നെ ഞെട്ടിപ്പോകും. പക്ഷെ ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഒരു ഡയമണ്ടിന്റെ വില അറിയാത്ത ഒരാളുടെ ഡയമണ്ട് കൊണ്ട് കൊടുത്ത ഒരു കല്ലാണ് അല്ലെ. ഇപ്പൊ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ട് സൗത്ത് അമേരിക്കയിൽ പോയി, കൊളംബിയ എന്നൊരു സ്ഥലത്ത്, ബൊഗോട്ട എന്നൊരു സ്ഥലത്ത് ഒത്തിരി വർഷം മുമ്പാണ്. ഞാൻ അവിടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയതാണ്. വലിയൊരു കോൺഫറൻസ് ആയിരുന്നു. ആ കോൺഫറൻസ് അത് 17,000 പേര് ഓൾ ഓവർ ദ വേൾഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ കോൺഫറൻസിന്റെ അവസാനം
അവിടുത്തെ ഏറ്റവും വലിയ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഇപ്പം ഗായകര് ഇപ്പൊ യേശുദാസോ അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും ഒക്കെ പെർഫോം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾ ആരും പെർഫോം ചെയ്യുന്ന ലാസ്റ്റ് ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ കൊണ്ടുപോയ ആൾ ഇതിന്റെ കോർഡിനേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അപ്പൊ അയാള് ഞാൻ നോക്കി ഈ ഫംഗ്ഷൻ കഴിഞ്ഞ ഇങ്ങേരുടെ സെൽഫി എടുക്കാനായിട്ട്, സെൽഫി അന്നില്ല, അന്ന് അവര് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്, അന്ന് ഫോട്ടോ സെൽഫി ക്യാമറ ആയിട്ടില്ല. ഈ ഫോട്ടോ എടുത്ത് കൊടുക്കാനായിട്ട് ഒരു ക്യൂ ആണ്. എനിക്ക് തോന്നുന്നു 250ഓളം പേര് അവിടെ ക്യൂ നിപ്പുണ്ട്. എന്നോട് പറഞ്ഞു, എന്നെ കൊണ്ടുപോയത് ഐവാൻ റോഡ്രിഗ്സ് എന്ന ഒരാളാണ്. ഐവാൻ എന്നോട് പറഞ്ഞു, മനോജ് യു വാണ്ട് ടു ടേക്ക് എ ഫോട്ടോ, ഐ കൻ ജസ്റ്റ് ഗോ ത്രൂ ആൻഡ് ഗെറ്റ് ദ ഫോട്ടോ ഫോർ യു. ഞാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചു. കാരണം ഞാൻ ഈ ഫോട്ടോ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ആർക്ക് മനസ്സിലായി? എനിക്ക് തന്നെ ഇയാൾ ആരാന്ന് മനസ്സിലായില്ല. അയാൾ അവിടുത്തെ വലിയ പെർഫോമൻസ് ഇതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ കൊളംബിയയിൽ ഒരാൾ വന്ന് ഫോട്ടോ എടുത്തിട്ട് അയാൾ പോവോ? അയാൾ എത്ര വന്നാലും അവിടെ ചെന്നാൽ ആർക്കെങ്കിലും മനസ്സിലാവും. കാരണം നമുക്ക് അയാളുടെ വാല്യൂ അറിയില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോ ആരാധകർ കിടന്ന് തിളച്ചു മറിയ, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനകത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. ഇത് പകരം നമ്മൾ കേട്ടിട്ടുണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. നമ്മുടെ എന്താ പറഞ്ഞ ചവനപ്രാശത്തിന്റെ കവർ അലൂമിനിയം ഫോയിൽ ശക്കലം കുറച്ചുകൂടെ നീളം കൂടാൻ, ഇതൊക്കെയായിരുന്നു നമ്മൾ ബിസിനസ്സിനകത്ത് കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാളുടെ പറഞ്ഞാണ് കവചപ്രാശനകത്ത് ഇച്ചിരൂടെ അലൂമിനിയം ഫോയിൽ ഇച്ചിരൂടെ നീട്ടി വെക്കായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ കവചപ്രാശം കഴിച്ച് ഒത്തിരി പേരുടെ ആൾക്കാർ റിസൾട്ട് ഉണ്ടായി, നീ അതുപോലെ എന്തെങ്കിലും ചെയ്യുക, അല്ലാതെ ഇതിന്റെ കവർ നീട്ടാൻ നടക്കണ്ട. കമ്പനിക്ക് അറിയാം നീ എത്ര രൂപ മുടക്കിയിട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ 5000 രൂപ. കമ്പനി എത്ര മുടക്കിയിട്ടുണ്ടാവും? കമ്പനി ഏകദേശം ഒരു 100-300 കോടി മുടക്കിയിട്ടുണ്ടാവും. സോ ആർക്കായിരിക്കും കൂടുതൽ താല്പര്യം ഇതിന്റെ കവർ ശരിയാക്കാൻ? നിനക്കാണോ 5000 രൂപ മുടക്കിയ? നിനക്കാണോ 300 കോടി മുടക്കിയ? കമ്പനിക്കാണ്. അപ്പൊ കമ്പനി നോക്കിക്കോളൂ, നീ ഇതിന്റെ പുറകെ നടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു വെച്ചാല് ചില ആൾക്കാർ ഇപ്പൊ നിങ്ങൾ തന്നെ പല ആൾക്കാർ എന്നാലും സക്സസ്ഫുൾ എന്ന് പറഞ്ഞ സാധനം നടന്നില്ല, മറ്റോ ഇങ്ങനെ പറഞ്ഞല്ലോ, കമ്പനി അത് പറഞ്ഞത് നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ അപ്ന ഒക്കാത്മേ രാനാന്ന് പറയും ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ. നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും അത്രയും ലെവലിൽ നിൽക്കുക. ഈ ബിസിനസ് നിങ്ങളുണ്ടെങ്കിൽ ഇല്ലേലും വളരും, ഞാനുണ്ടെങ്കിൽ ഇല്ലേലും വളരും. ഇതിന്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഒന്ന് വിജയിക്കുകയും ചെയ്യും. ഇനി ഇതിനകത്ത് കഥയും കഥാപ്രസംഗവും പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റാത്തതിന് മറ്റൊരാളുടെ കമ്പനിയുടെ പുറകെ നടന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ സക്സസ് ബറി, ഇത് നമ്മുടെ കഴിഞ്ഞ ബെറിഡയുടെ ഫോട്ടോ ആണ്. അടുത്ത ബെറിഡേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. വലിയ ഇവന്റ്സ് ആണ്, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് 7 സ്റ്റെപ്സ് ആണ്. അതായത് 7 സ്റ്റെപ്സ് ടു സക്സസ്. സക്സസ് ബറി കഴിഞ്ഞ 7 വർഷം കൊണ്ട് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകില് ഈ 7 കാര്യങ്ങളാണ്. ഞാൻ ഒരാളോട് സംസാരിച്ച സമയത്ത് നമ്മുടെ ഒരു ലീഡർ, പുതിയൊരു ലീഡർ ഒരു BOP കയറി GTS വരുന്നുണ്ട്. GTS വരുന്ന கொஞ்சം അദ്ദേഹം പറയായിരുന്നു, ഷാജി പറയുന്ന അത് ശരിയാണ്. അത് സംഭവമൊക്കെ നല്ല ലീഡർ സ്പീക്കറൊക്കെ, പക്ഷെ ഒരു സിസ്റ്റം അവർക്കില്ല. ഇപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഏക ടീം ഇതുവരെ നമ്മൾ ഇനിയിപ്പോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുക, 7 സ്റ്റെപ്പ് ടു സക്സസ് ആണ്. ഇതിനൊരു പ്രശ്നം, ഞാൻ സാധാരണഗതി 4.5 മണിക്കൂർ കൊണ്ടാണ് ഇത് പറയുക. അപ്പൊ നമുക്കിത് എങ്ങനെ എളുപ്പത്തിൽ പറയാമെന്നാണ് ഞാനിപ്പോ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ ഇത് എല്ലാ ദിവസവും എത്ര പ്രാവശ്യം കേട്ടാലും, എല്ലാ ദിവസവും പിന്നെയും കേട്ടാലും നിങ്ങൾക്ക് അതിന് ഗുണമുണ്ടാവും. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുതുമ്പോൾ വെങ്കടേശ്വര സുപ്രഭാതം കേൾക്കും. വെങ്കടേശ്വര സുപ്രഭാതം കേൾക്കാത്ത ജീവിതത്തിലെ ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ വളരെ കുറവാണ്. കാരണം വെച്ചാൽ അത് എല്ലാ ദിവസവും കേട്ടാലും എനിക്കൊരു റിഫ്രഷിംഗ് ആണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നു, ഞാൻ അത് കേൾക്കും. അതെന്റെ ഒരു സ്വഭാവമാണ്. ഇതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇതുപോലത്തെ ഈ ഒരു സാധനം കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കേട്ടാൽ മാത്രം പോരാ, പ്രാവർത്തിയാക്കി നിങ്ങളുടെ ലൈഫിലും പ്രധാനമായിട്ടും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. 7 കാര്യങ്ങളാണ്. 1, ഹാവ് പവർഫുൾ ഡ്രീംസ് ആൻഡ് ഗോൾസ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകുക. 2, ബി കമ്മിറ്റഡ്, ജീവിതത്തിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകുക. 3, ഡു ഡെയിലി ആക്ടിവിറ്റീസ്, ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്യുക. 4, സ്റ്റാർട്ട് എവറി ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പെർഫെക്റ്റ്ലി. നിങ്ങളുടെ കൂടെ വരുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടറെയും പെർഫെക്റ്റ് ആയിട്ട് അവരെ സ്റ്റാർട്ട് ചെയ്യുക. 5, ബിൽഡ് ഡെപ്ത് ഇൻ ഓർഗ് 1 and 2. 2 ഓർഗനൈസേഷൻ നിങ്ങൾക്ക് വേണം, അതിനകത്ത് 2 ഡെപ്ത് ബിൽഡ് ചെയ്യണം. 6, ഹാവ് എ മെന്റർ. 7, ഏൺ വീക്ക്ലി ആൻഡ് മന്ത്ലി കമ്മീഷൻസ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബിസിനസ് കൂടെ കിടന്ന് 5 വരുമാനം ഒരു മാസം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. സോ ആദ്യം തന്നെ എനിക്ക് പറയാൻ പറ്റും, ഈ ബിസിനസ് എന്ന് പറയുന്ന സ്വപ്നമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. ദിസ് ഇസ് ജസ്റ്റ് ഓൺലി ഫോർ ഡ്രീമേഴ്സ്. ഈ സ്വപ്നങ്ങളുള്ള ആളുകൾ, വലിയ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള സ്വപ്നങ്ങളുള്ളവർ മാത്രമേ ഇതിനകത്ത് വലിയ ലെവലിൽ എത്തുള്ളൂ. അതായത് ഞാനിടുന്ന സ്വപ്നം കാണുന്നത് ഒരു എയർക്രാഫ്റ്റ് എങ്ങനെ മേടിക്കാം, അതിനകത്ത് ഇതാണ്. ഞാൻ ഇവിടെ ഇരുന്ന് പിക്ചർ കാണുന്നു, വീഡിയോ കാണുന്ന എല്ലാം പുതിയ എയർക്രാഫ്റ്റുകൾ, അതിന്റെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ മേടിച്ചാലുള്ള റിസ്ക് എന്തൊക്കെയാണ്, അതിന് എത്ര ചെലവ് വരും, മെയിൻ്റെനൻസിന് എത്ര വരും, ആരിത് പറപ്പിക്കും, ഇത് എവിടെ കൊണ്ട് ഇടും, ഇതൊക്കെയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ സാധാരണ ഇപ്പൊ എന്നെ അറിയാവുന്ന ആൾക്കാരോട്, അല്ലെ നമ്മൾ ഇങ്ങനെ സ്വപ്നം കാണുന്ന ആൾക്കാരോടൊക്കെ അടുത്ത് പോയി ഇങ്ങനെ പറയും എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോ ആന്ന് പറയും. ഇതൊരു ഷോ ഒന്നും അല്ല. അത് വെച്ചാല് നമുക്ക് അങ്ങനെയുള്ള ഒത്തിരി സ്വപ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യം, ഹൗ ബിഗ് ഈസ് യുവർ ഡ്രീം? ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തുമാത്രം വലിയ സ്വപ്നമുണ്ട്? നിങ്ങളുടെ സ്വപ്നങ്ങൾ കൂടും തോറും, സ്വപ്നങ്ങളുള്ള ആൾക്കാര്
കംപ്ലൈന്റ് ഒന്നും ഇല്ല, അയാൾ അതിന്റെ പുറകെ പോകും. സ്വപ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാര് കംപ്ലൈന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് സ്വപ്നങ്ങൾ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളുള്ള ആറ്റിറ്റ്യൂഡും സ്വപ്നങ്ങളും, ഇത് രണ്ടും ഒരു കോമ്പിനേഷനാണ്. നല്ല മനോഭാവവും നല്ല സ്വപ്നങ്ങളുള്ള ആളുടെ കൂടെ വർക്ക് ചെയ്താൽ ജീവിതത്തിൽ എന്തായാലും നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് മനസ്സിലാക്കാം. സോ ഇതിനകത്ത് നിങ്ങൾ പറയാനുള്ള കാര്യത്തിലുള്ളൂ. ഇപ്പൊ ഞാൻ പറയാം, ഐഫോൺ 16 Pro Max ഇറങ്ങി, അതിന് 1,52,000 രൂപ വിലയാണ്. നിങ്ങൾ എത്ര പേര് അത് മേടിച്ചിട്ടുണ്ട്? പലരും പടം കണ്ടിട്ടുണ്ടോ അതിനകത്ത്? അല്ലെങ്കിൽ സാംസങ്ങിന്റെ S24 അൾട്ര എന്നൊക്കെ സാധനം ഇറങ്ങി. നമുക്കറിയാം, വളരെ സന്തോഷത്തോടെ പറയാം, അൽത്താഫ് ഒരെണ്ണം മേടിച്ചു. ഐഫോൺ 16 Pro Max ആണ്, 15 Pro Max ആണ് അൽത്താഫ് മേടിച്ചത്. 1,20,000 രൂപ മറ്റായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് ഇതിന്റെ പുറകിലത്തെ മോഡലാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ 1,00,000 രൂപയുടെ ഒരു മൊബൈൽ ഫോൺ, ഒരു ബുള്ളറ്റ് മേടിക്കണ അത്രേ കാശാവുള്ളൂ അല്ലെ? ഒരു മൊബൈൽ ഫോൺ മേടിക്കുന്നതിനെ കുറിച്ച് ഒരു 5 വർഷം മുമ്പ് അൽത്താഫിന് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു? ഞാൻ സീരിയസ്ലി ചോദിക്കാം, അൽത്താഫിനകത്തുണ്ട്, അൽത്താഫിനും ചോദിച്ചാൽ മനസ്സിലാവും. അൽത്താഫ് മാത്രമല്ല, അങ്ങനെ എത്രയോ ആൾക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചാൽ 1,00,000 രൂപ ഒരു ഫോൺ, നമ്മൾ 10,000 രൂപയുടെ ഫോൺ, ഇനി 20,000 രൂപയുടെ ഫോണാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കിട്ടുമോ നോക്കുന്ന ലെവലിൽ നിന്ന് ആൾക്കാർ, പല ആൾക്കാരും ഇന്ന് വലിയ വലിയ ഫോണിലേക്കും വലിയ ലെവലിലേക്കും ഒക്കെ മാറാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ബിസിനസ്സിനകത്ത് നമുക്ക് അതുപോലെ സ്വപ്നങ്ങളും എയിംസും ഉള്ളതാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വർഷം മുമ്പ് ഞങ്ങളൊരു റൂമിൽ ഞാനും അൽത്താഫ് ഒരുമിച്ച് ആവശ്യം ഒരു ഫംഗ്ഷന് പോയപ്പോ, ഞങ്ങൾ ക്രൗൺ പ്ലാസയിലും അൽത്താഫിന്റെ ഷൂസ് ഞാൻ നോക്കി, ചപ്പല് ടോയ്ലറ്റിൽ കൊണ്ടുവന്ന വീട് റൂമിനകത്ത് ചപ്പല് 4,000 രൂപയുടെയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ നിഷാന്ത് ഒരു കാർ എടുത്തു. നിഷാന്ത് കാർ എടുത്തപ്പം എന്താ, ക്രെറ്റയുടെ പല വെർഷനുണ്ട്. ക്രെറ്റയുടെ ബ്ലാക്ക് എഡീഷൻ എന്നൊരു കാർ, ബ്ലാക്ക് എഡീഷൻ എന്ന് പറഞ്ഞാൽ വില കൂടുതലാണ്. അതിൽ ഒരു 1,50,000 രൂപയെങ്കിലും അയാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടാകുന്നുണ്ട്. അതിനകത്ത് ബ്ലാക്ക് കളർ തീമാണ്, അതിനകത്ത് സീറ്റിനകത്ത് റെഡ് കളർ ഇതുണ്ട്. ഇതൊക്കെ ഒരു 3-4 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്യാനുള്ള 25 വഴികൾ എന്നുള്ള ബുക്ക് പല പ്രാവശ്യം വായിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ പറഞ്ഞ നിഷാന്തും. അങ്ങനത്തെ അൽത്താഫ് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കില്ല നിഷാന്ത്. കാരണം അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ആത്മഹത്യ ചെയ്യത്തില്ല. കാരണം വെച്ചാൽ അത്രയും ഇതുണ്ട്. ആ ലെവലിൽ നിന്ന് ഇവിടെ എത്താൻ സാധിച്ച എന്താണ് ഈ ബിസിനസ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇതുപോലെ വാച്ച്, ഞാൻ സ്വപ്നം കാണാൻ പറഞ്ഞ ഇതുപോലത്തെ വാച്ച്, ഇപ്പം ഇത് ഈ പറഞ്ഞ ടിസോയോ റാഡോയോ അല്ലെങ്കിൽ കാർട്ടിയോ ഒക്കെ നിങ്ങൾക്ക് മേടിക്കുന്ന സമയത്ത് അങ്ങനെ വാച്ച് ഉണ്ടാവണം. എന്റെ ജീവിതത്തിൽ എന്തിനാ സമയം നോക്കാനായിട്ട് HMDയുടെ പഴയ വാച്ച് പോരെ എന്ന് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാർക്കുള്ള അല്ല ഈ ബിസിനസ്. ഇൻഫാക്ട് അവർക്കുള്ള ഒത്തിരി കാര്യങ്ങൾ വേറെ ഉണ്ട്. നിങ്ങൾ അത് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അനാവശ്യമാണ്, ഈ ഫോൺ അനാവശ്യമാണ്, ഇത് അനാവശ്യമാണ്. എന്നോട് ഇപ്പം വലിയ എൻഡേവർ എന്നൊരു വലിയ വണ്ടി വിട്ടിട്ട് ജാഗോർ എടുത്തപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെ, ഇത്രയും വലിയ വണ്ടി വിട്ട് അതിനേക്കാൾ ചെറിയ വണ്ടി അതിന്റെ ഇരട്ടി വിലയ്ക്ക് എന്തിനാ മേടിച്ചത്? അനാവശ്യമാണ്. അത് എന്റെ ആവശ്യമാണ്, അത് എനിക്കത് ഇഷ്ടമാണ്, അത് വേറൊരു ഇതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് തോന്നുവാണ് ഇത് അനാവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഡു ദിസ് ബിസിനസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ബിസിനസ്സിലുള്ളത്. ഇതുപോലെ പുതിയ കാറുകൾ, ഇതുപോലെ ഒരു ഫോർച്യൂണർ മേടിക്കുക. നമുക്കറിയാം, അപ്പൊ നമ്മളെ ലോറി ഡ്രൈവർ ആയിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഡ്രീമാണ് ഫോർച്യൂണർ. അത് ബ്ലാക്ക് ഫോർച്യൂണർ, വൈറ്റ് ഫോർച്യൂണർ, ബ്ലാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ബെൻസിന്റെ ഇപ്പൊ ഈ മോഡൽ, അതായത് ഇലക്ട്രിക് മോഡൽ ഇഷ്ടംപോലെ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. EQA, EQB, EQC, EQS വരെയുണ്ട്. 1,36,00,000 രൂപയാണ് EQSന്റെ വില. നമ്മുടെ മുബീൻസാറിന്റെ വണ്ടിയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള വണ്ടികളൊക്കെ, അങ്ങനെയൊക്കെ വണ്ടിയൊക്കെ കാണുമ്പോൾ നോക്കും. ഇപ്പൊ റോൾസ് റോയ്സിന്റെ കള്ളിനൻ എന്ന് പറഞ്ഞിട്ട് വണ്ടി ഇറങ്ങിയിട്ട് 5.25 കോടി രൂപയാണ് പുതിയ SUV ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ വണ്ടിയൊക്കെ കാണുമ്പോൾ അതൊന്ന് നോക്കാം. 5 കോടിയല്ല, 11 കോടി രൂപ. അപ്പൊ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതിലേക്ക് നോക്കാനുള്ള ധൈര്യമെങ്കിലും ചങ്കരപ്പുള്ളവർ മാത്രമേ ഈ ബിസിനസ് ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഒത്തിരി അവസരങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എന്തിനാ നിങ്ങൾ ഇതിനകത്ത് സമയം കളയുന്നത്? നിങ്ങൾക്ക് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കുക, ആ ബിസിനസ് ചെയ്യും. വലിയ സ്വപ്നങ്ങളുള്ളവർ ഇതിനകത്ത് നിൽക്കട്ടെ. ഇതുപോലെ ജാഗോർ മേടിക്കാം. ഇത് ഞാൻ മേടിച്ച സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. ഈ കാർ മേടിച്ച സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇതിനേക്കാളും നീളവും വീതി 7 സീറ്റുള്ള വലിയ വണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇരട്ടി കൂടുതൽ വില കൊടുത്ത്, ഇരട്ടിയൊന്നുമല്ല, 3 ഇരട്ടി 2.5 ഇരട്ടി വില കൊടുത്ത് ഈ കാർ മേടിക്കുന്നത് എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, പല ആൾക്കാർക്കും പല സ്വപ്നമാണ്. ഇപ്പൊ എന്തിനാ, എന്റെ മോൻ കഴിഞ്ഞ ദിവസം ആമസോണിന്റെ സെയിലിനകത്ത് ഒരു ഡ്രോൺ മേടിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ ഡ്രോൺ? എന്റെ സ്വപ്നമായിരുന്നു അച്ഛാ. അപ്പൊ ഞങ്ങൾ പറയാം, ശരി, അവന്റെ സ്വപ്നമായിരുന്നു. വെറുതെ ബാംഗ്ലൂർ അത് പറത്തി കളിക്കാൻ സ്ഥലമൊന്നുമില്ല. അവൻ ടെറസിന്റെ മുകളിൽ കയറിയെന്ന്, അവൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ 17 നിലയായിട്ട് അതിന്റെ മുകളിൽ നിന്ന് പറത്തിയാൽ കാറ്റ് പിടിക്കുക. അതുകൊണ്ട് അവിടെ നിന്ന് പറത്താൻ പറ്റിയല്ല. ഞാൻ പറത്താൻ നാട്ടിൽ വരുന്നുണ്ട്, ബാംഗ്ലൂർ താമസിക്കുന്നു. ഞാൻ പറയുന്നത് 10-25,000 രൂപ ഡ്രോൺ മേടിച്ചത് പറത്താനായിട്ട് നാട്ടിൽ വരേണ്ട അവസ്ഥയാണ്. പക്ഷെ അവന്റെ സ്വപ്നമാണ്, നമുക്കൊന്നും പറയാനില്ല. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ അങ്ങനെയുള്ള സ്വപ്നങ്ങളുടെ പുറകെ വെറുതെ 3 നേരം ആഹാരം കഴിക്കുകയും രാത്രി ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങുകയും പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നതിന്റെ പോലെ ക്രിക്കറ്റ് നോക്കി അത് എന്താ നടക്കുകയൊക്കെ ചെയ്യുന്നതല്ല. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുന്നതല്ല, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ജീവിതത്തിൽ എന്താ ഉണ്ടാകുന്ന നോക്കുക. നിങ്ങളിൽ എത്ര പേര് താജ്മഹൽ കണ്ടിട്ടുണ്ട്? എത്ര പേര് മധുര മീനാക്ഷി പോയിട്ടുണ്ട്? എത്ര പേര് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടിട്ടുണ്ട്? ഇതൊക്കെ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളല്ല, കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? നിങ്ങൾ ആലോചിച്ചു. കഥ പറയുന്ന ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഇവരിതൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. എത്ര പേര് ഓസ്ട്രേലിയ പോയിട്ടുണ്ട്? എത്ര പേര് പാരീസിൽ പോയിട്ടുണ്ട്? എത്ര പേര് ഒരു ക്രൂസിൽ കയറിയിട്ടുണ്ട്? എത്ര പേർക്ക് ഇതുപോലെ വീടുണ്ട്? ഇത് നമ്മുടെ മുബീൻ സാറിന്റെ വീടാ.
ഞാൻ പറയും ഇതുപോലെ വലിയ സ്വപ്നങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. കാരണം എയിമിങ് സ്മോൾ ഈസ് എ ക്രൈം എന്നാരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുതായിട്ട് ചിന്തിക്കുന്നത്, ചെറുതായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു കുറ്റകരമായിട്ടുള്ള അവസ്ഥയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നതാണ്. കാരണം എന്ത് ചിന്തിച്ചാലും വലുതായിട്ട് ചിന്തിക്കുക. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്ന സമയത്ത് എന്നോട് അവിടുത്തെ അന്നത്തെ ബോസ് പറഞ്ഞ, ഈ സ്ഥാപനത്തിൽ ഏറ്റവും ടോപ്പിൽ എത്താനായിട്ട് നീ ആദ്യത്തെ ദിവസം വരെ ശ്രമിച്ചാലേ എനിക്ക് എത്താൻ പറ്റുള്ളൂ. സത്യമാണ്. അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നവരാണ് ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തുക. നിങ്ങൾ മനസ്സിലാക്കുക, ഇതുപോലെ ജീവിതത്തിൽ അച്ചീവ്മെന്റ്സ് നേടാൻ പറ്റണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതുക. 25 സ്വപ്നങ്ങളെങ്കിലും എഴുതി വെക്കാതെ ബിസിനസിന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. അത് ആ സമയത്ത് നിങ്ങൾക്ക് 25 സ്വപ്നങ്ങൾ എഴുതാതെ ഈ ബിസിനസിന്റെ പുറകെ നടന്നാൽ നിങ്ങൾക്ക് പലതും തോന്നും. ഈ ബിസിനസ്സിനകത്ത് ഒത്തിരി കുറ്റവും കുറവുണ്ടെന്ന് തോന്നും. അതിനകത്ത് 25-ൽ ഒരെണ്ണം മീനിങ് ഫുൾ ആയിട്ട് തോന്നിയാൽ ഈ ബിസിനസ്സിനകത്ത് എല്ലാം നല്ലതായിട്ട് തോന്നും. അത്രേ ഉള്ളൂ സംഭവം, വേറെ ഒന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെ എന്തുമാത്രം വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ജീവിതത്തില് ഇപ്പൊ ഞാൻ പറയാം, നമ്മളെപ്പോലുള്ള ആൾക്കാർ ശൂന്യാകാശത്തിൽ പോയി 1 മാസം താമസിക്കുന്നു, 6 മാസം 1 വർഷമൊക്കെ താമസിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ അതേപോലെ നമുക്ക് അങ്ങനെ സ്വപ്നം ഉണ്ടായിട്ടുണ്ടോ, അല്ലെ അങ്ങനെ സാധനം നമ്മൾ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മളെപ്പോലുള്ള ആൾക്കാരല്ലേ ചെയ്ത്. അപ്പൊ എഴുതി വെക്കുക, അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഡേറ്റ് ഇടുക. ഞാൻ ഐഫോൺ മേടിക്കുക, അതിനൊരു ഡേറ്റ് ഇടുക. അതിനൊരു ഐഫോൺ മേടിക്കും. 2025 മാർച്ചിന് മുമ്പ് ഞാൻ ഐഫോൺ മേടിക്കും, അല്ലെങ്കിൽ 2025 മാർച്ചിന് മുമ്പ് ഞാൻ കാർ മേടിക്കും. നമുക്കൊരു ഡേറ്റ് വേണം. 2024 തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണം. ഇങ്ങനത്തെ ഡേറ്റ് വേണം. എടുത്തു നോക്കി, അങ്ങനത്തെ ഡേറ്റ് വേണം. എന്താന്നുള്ളത് നിങ്ങൾ അപ്ലൈൻ മെന്ററോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക. ഐ ജസ്റ്റ് വാണ്ട് ടു ഡു ദിസ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ ഞാനിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആരോടെങ്കിലും ഒക്കെ പറയുമ്പോൾ, നമ്മളെ സ്വപ്നങ്ങൾ നമ്മൾ അപ്ലൈനോടെങ്കിലും പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഉത്തരവാദിത്വം തോന്നുക, നമുക്ക് കുറച്ചുകൂടെ ചെയ്യണം തോന്നുക. നമ്മളെ സ്വപ്നങ്ങൾ, പല ആൾക്കാരെയും പ്രശ്നം നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടാണ്. നമ്മൾ ഈ ബിസിനസ്സിലെങ്കിലും നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടാതെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുക. അപ്പൊ നമുക്ക് ജീവിതത്തിൽ പലതും അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി പണിയെടുക്കുക. അതായത് ഞാൻ ഈ ബിസിനസ് വർക്ക് ചെയ്യുന്നത്, ഈ ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞാല് എന്റെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ ജീവിതത്തിൽ കുറെ എഴുതി വെച്ച സ്വപ്നങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ 2024 തുടങ്ങിയപ്പോൾ 26 ഡ്രീംസ് നമ്മൾ എഴുതി വെച്ചു. ഗോൾസ് എഴുതി വെച്ചു. ഡ്രീംസ് അല്ല, ഗോൾസ്. ഈ വർഷം ചെയ്തു തീർക്കേണ്ട അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. 22 എണ്ണമെങ്കിലും, എനിക്ക് വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് നടുവിന്. അത് ഞാൻ ഈ പ്രാവശ്യം എന്തായാലും ട്രീറ്റ്മെന്റ് ചെയ്യാൻ തീരുമാനം എടുത്തു. ആ ദൈവം അനുഗ്രഹിച്ച് ശരിക്കും പറഞ്ഞാൽ അവസരമെല്ലാം ഒത്തുവന്നു. 22 എണ്ണമെങ്കിലും ഞാൻ ഉറപ്പായി എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. 4 എണ്ണം എനിക്കറിയില്ല, ദൈവത്തിന്റെ കൂടെ ഇത് വേണം. നമ്മൾ ചിലപ്പോൾ ഞാനും മനുഷ്യനല്ലേ, ചിലപ്പോൾ എല്ലാം ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വരുന്നത്. പക്ഷെ എഴുതി വെച്ചത് തന്നെ എനിക്ക് അറിയാം എന്നുള്ള മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, 7 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം സ്വപ്നം ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം, സ്വപ്നത്തിന് പറ്റിയ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. സ്വപ്നമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അല്ലെ? സ്വപ്നം എന്നൊക്കെ ചുമ്മാ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ കമ്മിറ്റ്മെന്റ് ഇല്ല. കമ്മിറ്റ്മെന്റ് പറഞ്ഞാൽ ആദ്യം ഇത് നിങ്ങളുടെ ബിസിനസ്സാന്ന് തോന്നുന്നു. നിങ്ങളുടെ ഓർഗ് 1ഉം 2ഉം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എന്റെ ബിസിനസ്സിന് കുഴപ്പമുള്ളതൊന്നും ഞാൻ ചെയ്യില്ല, എന്റെ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്യും. ഈ 2 തീരുമാനം എടുത്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ്സിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൂടെ ആൾക്കാർ നിൽക്കും. പലപ്പോഴും ഞാനെന്നും ആലോചിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവരോട് നല്ലപോലെ സംസാരിക്കുന്ന, വാചകം അടിക്കുന്ന, നല്ലപോലെ ആൾക്കാരെ പ്ലീസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് ആൾക്കാർ കൂടെ നിൽക്കാത്ത? കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട്. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ഒന്നായിരിക്കണം. ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങളുടെ പുറകെ പോയി ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണം. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോ താമസിക്കുന്ന ഹോസ്പിറ്റലില് 9ാമത്തെ ജനറേഷൻ, 1800-കളില് വൈദ്യനായിരുന്നു ഇവരുടെ മുതുമുത്തച്ഛൻ. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാല് അന്ന് അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ തലമുറയിലെ ആൾക്കാർ ആയുർവേദത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്, ഞങ്ങൾക്ക് സമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കമ്മിറ്റ്മെന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാർക്കും ഇല്ലാത്തത്. അപ്പൊ ഈ ബിസിനസ്സിനെ നന്നായിട്ട് മനസ്സിലാക്കുക, ബിസിനസ്സിന്റെ കൂടെ നടന്ന് മനസ്സിലാക്കുക, ഇതിന്റെ മീറ്റിങ്ങുകളും സെമിനാറുകളും ട്രെയിനിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുക. അതിന് സമയമില്ല, അതിന് പൈസ ഇല്ല, പൈസ കൂടുതലാ, അവിടെ പോകണം, ഈ പൈസ കൂടുതൽ കഴിഞ്ഞാൽ അതുകൊണ്ട് പൈസ ഉണ്ടാക്കാനാണോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിറങ്ങുന്ന ആൾക്കാർ, അവരൊക്കെ സൈഡിൽ കൂടെ പൊക്കോളൂ. അതൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞില്ലേ, കേരളത്തിന്റെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ ഇസ്രയേല് വന്നിട്ട് അവിടെ ബോംബിടുന്നതൊക്കെ ഇവിടെ ചർച്ച ചെയ്യും, അല്ല തിരിച്ച് അങ്ങോട്ട് ആക്രമിച്ച് ചർച്ച ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളതാണോ? അല്ല. നമുക്ക് അറിയണ്ട, ചർച്ച ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ച് അതുപോലെ അമേരിക്ക റഷ്യയോട് ചെയ്യുന്നു, റഷ്യ അമേരിക്കയോട് ചെയ്യുന്നു, ചൈന ഇന്ത്യയോട് ചെയ്യുന്നു, ഇന്ത്യ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. പക്ഷെ നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ പലപ്പോഴും നമുക്ക് ചെയ്യാൻ മിടുക്കന്മാരല്ല. അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് പലപ്പോഴും ഇതിന് സമയമില്ല. അപ്പൊ ബിസിനസിന്റെ മീറ്റിംഗ് അറ്റൻഡ്, രാവിലെ എഴുന്നേക്കണ്ട 7 മണിക്ക് തന്നെ പാല് മേടിക്കുന്ന ആൾക്കാരുണ്ട്. 7 മണിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മീറ്റിംഗ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം.
ഒരു നല്ല വിന്നിങ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകണം. എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരു വിജയി മനോഭാവം ഇല്ലാതെ ഒരാൾക്ക് ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. സോ ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം, എപ്പോഴും മനസ്സിലാക്കാം. ദെൻ 10 പ്രോഡക്റ്റ് എങ്കിലും വീട്ടിൽ ഉപയോഗിക്കാം. ഏറ്റവും കുറഞ്ഞ 10 പ്രോഡക്റ്റ് എങ്കിലും വീട്ടിൽ ഉപയോഗിക്കാം. കാരണം ഈ 10 പ്രോഡക്റ്റുകൾ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന 10 പ്രോഡക്റ്റ് അല്ല. വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിക്കാനാണെങ്കിലും അല്ല. കവചപ്രാശെങ്കിലും കഴിക്കാൻ പറ്റാത്ത ആരുമില്ല, പേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത ആരുമില്ല, സോപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത ആരുമില്ല. അതുപോലെ എത്രയോ പ്രൊഡക്റ്റുകൾ നമുക്ക് റെഗുലർ ഉപയോഗിക്കാൻ പറ്റുന്ന എത്രയോ പ്രൊഡക്റ്റ് ഉണ്ട്. മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ, ചാമ്പ്യൻ, വുമൻ കമ്പാനിയൻ, കഫ്നിൽ, ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് ഇവിടെ നമുക്ക് റെഗുലർ പ്രൊഡക്റ്റ് നമുക്ക് 10 നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം. ദെൻ പ്ലാൻ, ഒരു കമ്മിറ്റ്മെന്റ് ഭാഗമാണ്. എല്ലാ ആഴ്ചയിലും ഒരു പ്ലാനിങ് ഉണ്ടാവും. നമുക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്നത്തെ പ്ലാൻ ഇടാൻ നിങ്ങൾ എങ്ങും എത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു റെഗുലർ പ്ലാൻ, ഒരു വീക്ക്ലി പ്ലാനിങ്, വെൽത്തി വെനസ്ഡേയുടെ പ്ലാനിങ്. എല്ലാ വെനസ്ഡേ ഞാൻ എന്റെ ബിസിനസ് ക്ലോസ് ചെയ്യും. ഒരു 10 കസ്റ്റമറെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. ഒരു റെഗുലറായിട്ട് ഒരു 10 കസ്റ്റമറെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ഒരു കൺസിസ്റ്റന്റ് ആയുള്ള റീറ്റെയിൽ വരുമാനം ഉണ്ടാകും. പക്ഷെ പലപ്പോഴും ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അങ്ങനെ ഒരു വളരെ വലിയ ഒരു എന്താ പറഞ്ഞ അങ്ങനെ തീരുമെന്നൊരു വാശിയൊന്നും നമുക്കില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ആൾക്കാർ സംസാരിക്കും. ഇത് കമ്മിറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. ചെയ്യരുതാത്ത ഒരു കാര്യം, നെവർ ഡു എനിത്തിങ് ഫോർ ദ ഫസ്റ്റ് ടൈം വിതൗട്ട് ചെക്കിംഗ് അപ്ലൈൻ. ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുന്നതിന് അപ്ലൈനോട് ചോദിക്കാതെ, ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ചോദിക്കാതെ ചെയ്യരുത്. നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അപ്ലൈനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്ലൈൻ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ വരും വരായികൾ പറഞ്ഞു തരാൻ, നിങ്ങളുടെ സമയവും പൈസ ലാഭിക്കാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ഉപദേശം സ്വീകരിക്കുക. നെവർ പാസ് നെഗറ്റീവ്സ് ഡൗൺലൈൻസ് ഓർ ക്രോസ് ലൈൻ. നമ്മള് ഡൗൺലൈൻസിനോ ക്രോസ് ലൈൻസിനോ നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരിൽ നിന്ന് ദൂരം പാലിക്കാം. കാരണം അവരെയാണ് ഒഴിവാക്കേണ്ടത്. അവർക്ക് ഇതിനകത്ത് അവർക്ക് അവരുടെ കുറവുകൾ മറച്ചു വെക്കാനാണ് ഓരോ കുറ്റം പറഞ്ഞു നടക്കുന്നത്. കുറ്റങ്ങളോ കുറവുകളോ ഇല്ലാത്ത ആരോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ അതിങ്ങനെ ഡൗൺലൈനോട് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് നശിച്ചാലും വേണ്ടിയല്ല, ഈ വേറൊരാളെ രക്ഷപ്പെടരുത്. ഇങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്കാർ. അല്ലെങ്കിൽ അവന് ഒരു പ്രശ്നം ഇത് ചെയ്യണം, എന്താ പറയുക, എന്റെ ടീമിനെ എന്റെ പ്രശ്നം ഞാൻ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് ആർക്കും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ച് നിന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, നെഗറ്റീവ്സ് പറഞ്ഞു നടക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായില്ലെങ്കിൽ, എക്സ്പീരിയൻസ് ഈസ് ഓൾവേസ് ദ ടീച്ചർ പ്രൊവൈഡഡ് സംബഡി എൽസസ്. എക്സ്പീരിയൻസ് ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് ടീച്ചർ പ്രൊവൈഡഡ് സംബഡി എൽസസ് എക്സ്പീരിയൻസ്. അതായത് നിങ്ങളുടെ അനുഭവമാണ് ഏറ്റവും നല്ല ടീച്ചർ, മറ്റൊരാളുടെ അനുഭവമാണ് ഏറ്റവും നല്ല ടീച്ചർ. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട വില ചിലപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ചില വർഷങ്ങളായിരിക്കാം, ചിലപ്പോൾ കുറെ പൈസ ആയിരിക്കാം, ചിലപ്പോൾ കുറെ എഫേർട്ട് ആയിരിക്കാം. അതിൽ നിന്ന് പഠിക്കാൻ നിൽക്കരുത്. ദെൻ ക്രോസ് ലൈനുമായിട്ട് നിങ്ങളുടെ ഇപ്പൊ അപ്ലൈന് തന്നെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാത്ത അപ്ലൈനുമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇല്ലാത്ത അപ്ലൈനുമായിട്ടോ വേറൊരു ടീമിലെ ആൾക്കാരുമായിട്ടോ ഒരു സ്ട്രാറ്റജി ഒരു സ്ഥലത്ത് വേൾഡ് വൈഡ് ഡെക്സ്റ്റർ യേഗർ പറഞ്ഞിരിക്കുന്ന ദ biggest course in this industry is people make strategies cross line and goof up the business. അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ പറഞ്ഞ 4-5 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ക്രോസ് ലൈനുമായിട്ട് പോയിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കും. എന്നുവെച്ചാൽ ക്രോസ് ലൈനുമായിട്ട് സ്ട്രാറ്റജി ഉണ്ടാക്കി അവരുമായിട്ട് പ്ലാൻ ചെയ്ത് ഗൂഫപ്പ് ചെയ്യും. എന്നിട്ട് കുറ്റം മുഴുവൻ ബിസിനസ്സിനോ ഇൻഡസ്ട്രിക്കോ. അതുകൊണ്ട് ക്രോസ് ലൈനുമായിട്ടോ നിങ്ങളോട് വർക്ക് ചെയ്യാത്ത അപ്ലൈനുമായിട്ടോ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പോകണ്ട. അതിൻ്റെതായ കാരണങ്ങൾ അവർ ആ സൈഡുകൾ പൊക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നെവർ മെസ് അപ്പ് സമ്മൺ എൽസസ് ടൈം, മണി ഓർ ഫാമിലി. അതായത് നിങ്ങൾ മറ്റൊരാളുടെ സമയം, പൈസ, ഫാമിലി, എഫേർട്ട് ഒന്നുമായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലാന്ന് പറഞ്ഞാൽ ചെല്ലണം. ചെല്ലാൻ പറ്റില്ലെങ്കിൽ ചെല്ലാൻ പറ്റില്ല എന്ന് പറയണം. അത് നിങ്ങളുടെ പ്രൊഫഷണലിസം ആണ്. പല ആൾക്കാരുണ്ട്, നീ അങ്ങ് പൊക്കോ ഞാൻ പറയാൻ എന്താക്കാം എന്ന് പറഞ്ഞ് ഇവൻ പോയ കിഴക്കോട്ടാവും, ഇയാൾ പടിഞ്ഞാട്ട് പോകും. എന്നിട്ട് പറയാതെ ഞാനേ പെട്ടെന്ന് പോയ വഴിക്ക് ടയർ പഞ്ചറായി, എല്ലാ ദിവസവും ടയർ പഞ്ചറാവും, എല്ലാ ദിവസവും പ്രശ്നങ്ങളുണ്ടാവും, എല്ലാ ഇതും ഉണ്ടാവും. എന്നിട്ട് അവർ പറയും എന്നെ ആരും ഫോളോ ചെയ്യുന്നില്ല, അത് അപ്ലൈന്റെ കുഴപ്പം, അപ്ലൈ എന്നെ എഡിഫ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു കാര്യം, എനിക്ക് എന്നെ വേറൊരാൾ എഡിഫ് ചെയ്തിട്ട് ഞാൻ എവിടം വരെ എത്തും നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നെ എഡിഫ് ചെയ്യല്ല, ഞാൻ അതിനുള്ള ആ സാധനം ഏൺ ചെയ്യണം, അത്രേ എന്നെ ആൾക്കാർ എഡിഫ് ചെയ്യുള്ളൂ. അല്ലാതെ ഞാനോ മറ്റൊരാളോ മുബീൻ സാർ എന്നെ അങ്ങ് എഡിഫ് ചെയ്ത് വെക്കുകയാണ്, ഞാൻ അതിന് അർഹതയില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ തന്നെ നാളെ തിരിച്ചറിയും ഇയാൾ ഈ പറയുന്നതായിട്ട് വേറെ ബന്ധമൊന്നുമില്ല, നിങ്ങൾ നിങ്ങളെ വഴിക്കൂ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളോട് ചെല്ലാന്ന് പറഞ്ഞാൽ ചെല്ലണം. പൈസയുടെ കാര്യം വളരെ സ്ട്രിക്റ്റ് ആണ്, പൈസ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അതുപോലെ സമയം അതിനേക്കാൾ സ്ട്രിക്റ്റ്. പല ആൾക്കാരും അവർക്ക് ജെനറ്റിക്കൽ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ജീൻസിലുള്ള പ്രോബ്ലം ഉണ്ട്. എന്താ സംഭവം വെച്ചാല് അവർക്ക് സമയത്ത് എത്താൻ പറ്റില്ല. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ട് അവർക്ക് എത്താൻ പറ്റുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രൊഫഷണലിസത്തിന്റെ ഒരു ഭാഗമാണ്. ഞാൻ ജീവിതത്തിൽ എപ്പോഴും പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ചെല്ലാവുന്ന സമയത്ത് നേരത്തെ എത്തുക എന്നുള്ളത്. ഇനി അഥവാ ലേറ്റ് ആയെങ്കിൽ ആ സമയത്ത് പറയും ഞാൻ ഇവിടം വരെ എത്തിയുള്ളൂ എന്നൊക്കെ പറയും. കാരണം അത് നമ്മൾ ഉത്തരവാദിത്തം അത് ചെയ്യുക, അത് പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് വേണ്ടാത്ത ക്ലെയിമുകളൊന്നും
ഈ ബിസിനസിനെ കുറിച്ചോ പ്രൊഡക്റ്റിനെ കുറിച്ചോ ഏറ്റെടുക്കണ്ട. അതായത് ഇതിനകത്ത് ആഴ്ചയിലാഴ്ച ഇത്ര പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാവുന്നോ, അതല്ലെങ്കിൽ പ്രൊഡക്റ്റിന് നമ്മൾ പറയാത്ത, കമ്പനി പറയാത്ത റിസൾട്ട് ഒന്നും പറയരുത്. ഇത് ചെയ്യരുതാത്ത കാര്യങ്ങളാണ്. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും. ഇനി മൂന്നാമത്തെ കാര്യം, 7 കാര്യങ്ങൾ. ഡു ഡെയിലി ആക്ടിവിറ്റീസ്. എല്ലാ ദിവസവും ഇതിനു വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുക. ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്കും ലിസ്റ്റ് ഉണ്ടാവണം. അതിനു മുമ്പ് നമുക്ക് ലിസ്റ്റ് ഉണ്ടാവണം. 2, അവരെ മീറ്റിംഗിലേക്കോ ട്രെയിനിങ്ങിലൊക്കെ ഇൻവൈറ്റ് ചെയ്യണം. ഇപ്പൊ രാവിലത്തെ സെഷൻസ് ഉണ്ട്, ഹൈ ഫ്ലയേഴ്സോ റീഇഗ്നൈറ്റീവോ സെഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള സെഷൻസ് ഉണ്ട്. ഈ സെഷനിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ വെറുതെ വാട്സാപ്പിൽ പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കീ ആയിട്ട് ഇതിനകത്ത് കയറണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരെയും നിങ്ങൾ പേഴ്സണലി രാവിലെ 6 മണിക്ക് 6:30 വിളിക്കുക. 6:30 വിളിച്ചിട്ട് അവരെ പറയാൻ 7 മണിക്ക് സെഷൻ ഉണ്ട് കയറണം എന്ന് പറയാൻ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കാര്യം. ഡെലിഗേഷൻ ഡ്രീം ഉള്ള ഒരാള് ഒരു സ്ഥലത്ത് ഡെലിഗേഷൻ വർക്ക് ചെയ്യത്തില്ല. കോട്ടയത്ത് ലുലു മോൾ വരുന്നുണ്ട്, നവംബറിൽ ഉദ്ഘാടനം. കഴിഞ്ഞ ഒരു 4 മാസം കൊണ്ട് യൂസഫ് അലി 4 പ്രാവശ്യം വന്നു. ഈ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നപ്പം അദ്ദേഹത്തിനോട് ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരാൾ ഇന്റർവ്യൂ നടത്തിയതിന്റെ വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ മേ ബി അയാൾ ഇൻഫ്ലുവൻസർ അങ്ങനത്തെ തന്നത്. പുള്ളി പറഞ്ഞത്, ഞാൻ എല്ലാരെയും ഏൽപ്പിക്കാൻ എടുക്കണം, പക്ഷെ അവസാനം ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട എന്റെ ഉത്തരവാദിത്തം. ലുലു മോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നത് യൂസഫ് അലിയാണ്. യൂസഫ് അലി ചെയ്തൊരു പരിപാടിക്കകത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ അതിന് ഉത്തരവാദിത്തം ഏറ്റു. വേറൊരാൾക്ക് ഏൽപ്പിച്ചാലും ഞാനത് പോയി ക്രോസ് ചെക്ക് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്തു, എടാ എല്ലാരും പ്രൊമോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ നേരെ പോകും. ഇവൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം. രാവിലെ കയറി പിന്നെ നീ എന്താ ആള് കയറാത്ത എന്താ ഫംഗ്ഷൻ? ആള് കയറണമെങ്കിൽ ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം നിങ്ങൾ. ഞാൻ ഇതുപോലെ നടന്ന എല്ലാ ഫംഗ്ഷനും, എനിക്ക് വേണ്ട എല്ലാ ഫംഗ്ഷനും ഞാൻ തന്നെ നേരിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്റെ ഉത്തരവാദിത്തമാണ് അവിടെ ആള് കയറുക എന്നുള്ളത്. പിന്നെ ഡെയിലി ആക്ടിവിറ്റീസ് ആണ്. ദിവസം ഒരാളെങ്കിലും ഈ പ്രോഡക്റ്റോ ഈ പ്ലാനോ മിനിമം ഒരാളെങ്കിലും കാണിക്കുക. സീരിയസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരു ദിവസം 5 ആക്ടിവിറ്റി എങ്കിലും ചെയ്യുക. അത് പ്രധാനപ്പെട്ട ഘടകമാണ്. ആൻഡ് ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗ്. ബിസിനസ് വരുന്ന പ്ലാൻ കാണിച്ച ഒരാളെ, പ്രൊഡക്റ്റ് കാണിച്ച ഒരാളെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അത് ക്ലോസ് ചെയ്യണം. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാല് നമ്മൾ പ്രൊഡക്റ്റ് കാണിച്ച് ആ വഴിക്ക് അങ്ങ് പോയിട്ട് കാര്യമില്ല. പ്രൊഡക്റ്റ് കാണിക്കുന്ന ഒരാളെ പ്രൊഡക്റ്റ് കാണിച്ച് മേടിപ്പിക്കണം. ബിസിനസ് പ്ലാൻ കാണിക്കുന്ന ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയോ കസ്റ്റമർ ആക്കുകയോ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിലല്ല, അത് നിങ്ങൾ അപ്ലൈ പഠിപ്പിച്ചു തരും. പക്ഷെ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യാതെ അത് എല്ലാ കാര്യങ്ങൾക്കകത്തും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇവരുടെ ഒരു ഡോക്ടറെ, ഒരു ജൂനിയർ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് 4 പ്രാവശ്യം ഫോൺ വന്നു. എങ്ങനെയാ സാർ, എപ്പോഴത്തേക്കാ ട്രീറ്റ്മെന്റ്? കാരണം നമുക്കിവിടെ ബുക്കിംഗ് ഉണ്ട്. അവര് നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്ന രീതി നമുക്ക് മനസ്സിലാവും. അത് ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, അത് കാർ മേടിക്കുന്ന ഇതായിക്കോട്ടെ, ഈവൻ നമ്മളൊരു ഫ്ലാറ്റ് നോക്കാൻ ചെന്നാൽ അത് ശോഭ ഗ്രൂപ്പ് ആയിക്കോട്ടെ, സാധാരണ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യും. നമ്മൾ അത് ഫോളോ അപ്പ് എന്തുകൊണ്ടാണ് മടിക്കുന്നത്? ഒരു സാധാരണ മനുഷ്യന് ഫോളോ അപ്പ് ചെയ്താൽ എന്തോ കുഴപ്പമുണ്ടെന്നൊരു തോന്നല. എന്റെ കയ്യിലുള്ള അതിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണോ ഞാൻ ഇനി രണ്ടാമത് ചോദിക്കേണ്ടി വരുന്നുള്ള തോന്നൽ ഒരു സാധാരണ മിഡിൽ ക്ലാസ്സുകാരനുണ്ടാവും. അങ്ങനെയല്ല. നിങ്ങളുടെ കയ്യിലുള്ള വാല്യൂ മറ്റേ ആൾക്ക് മനസ്സിലാകാത്തതാണ് പ്രശ്നം. അയാളെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. സോ റീഗൻസിനെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത സെഷനിൽ പറയാം. സോ സ്റ്റാർട്ട് എവറി ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പെർഫെക്റ്റ്ലി. നിങ്ങളുടെ കൂടെ വരുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂടെ വരുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടറും നിങ്ങളെ സംബന്ധിച്ച് ഒരു സാധ്യതയാണ്. ഓരോ ഡിസ്ട്രിബ്യൂട്ടറും ഒരു മുബീൻ മുഹമ്മദ് ആണ്. ഓരോ ഡിസ്ട്രിബ്യൂട്ടർക്കും ഒരാഴ്ചയിൽ 2,10,000 വരുമാനം നിങ്ങൾക്ക് എത്തിച്ചേരാനോ അയാൾക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാനോ സാധ്യതയുള്ള ഒരാളാണ് ഓരോ ഡിസ്ട്രിബ്യൂട്ടറും. പക്ഷെ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു വാഴ നടുക, ഇപ്പം 100 വാഴ അല്ല 1000 വാഴ നടുവാണെങ്കിൽ എല്ലാ വാഴയിൽ നിന്ന് നമ്മൾ കൊല പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എല്ലാത്തിനെയും നമ്മൾ പരിപാലിക്കും. പക്ഷെ ചിലത് വളരെയല്ല, ചിലത് മുരടിച്ചു പോകും, ചിലരുടെ കാറ്റത്ത് മറിഞ്ഞു പോകും. അതൊക്കെ ഈ ബിസിനസ്സിലും ഉണ്ടാവും. പക്ഷെ എല്ലാത്തിനും ഒരുപോലെ പരിപാലിക്കണം. അല്ലാതെ അയാൾ ഭയങ്കര ചില ആൾക്കാരെ കാണുമ്പോൾ ഇഷ്ടപ്പെടും, ഭയങ്കരമാണ്, പിന്നെ കൂട്ടുകൂടി തോളത്ത് കഴിയും, ഒരു കഴിവില്ലല്ലോ അയാളെ പുറകെ നടക്കും. അല്ല, ഞാൻ മുബീൻ സാറ് പറഞ്ഞ തന്നെ കേട്ടിട്ടുണ്ട്, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണം എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് എവിടെ വർക്ക് ചെയ്യരുതെന്നുള്ളത്. ചില ആൾക്കാരെ നമ്മൾ, അതുകൊണ്ട് ഈവൻ ഡെക്സ്റ്റർ യാഗറും പറഞ്ഞിട്ടുണ്ട്, ദർ ആർ സം ഡ്രീം ബസ്റ്റേഴ്സ് ഇൻ യുവർ ലൈഫ്, ചെക്ക് ഔട്ട് ദ ഡ്രീം ബസ്റ്റേഴ്സ് ഇൻ യുവർ ലൈഫ് ഫ്രം യുവർ ലൈഫ്. അദ്ദേഹം സ്റ്റേജിൽ കയറി വന്ന ഒരു കാണിച്ച ആക്ഷനൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ബ്ലൂ ടീഷർട്ട് ഇട്ടിട്ട് അതിന് മുകളിൽ ജാക്കറ്റ് ഇട്ട് അദ്ദേഹം വന്ന് ആ ആക്ഷനൊക്കെ, ചെക്ക് ദ ഡ്രീം ബസ്റ്റേഴ്സ് ഔട്ട് ഓഫ് യുവർ ലൈഫ്. അത് നിർദാക്ഷിണ്യം നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഏതെങ്കിലും തരത്തിൽ അവരെ ചവിട്ടി പുറത്താക്കി അവന്റെ മുകളിൽ എന്താ പറഞ്ഞ ചാണകവെള്ളം തളിക്കാൻ മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ അഴിച്ചു വെക്കുക. കാരണം അവരാണ് നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ബിസിനസ്സിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സോ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുന്ന കൂടെ വരുന്ന ഓരോരുത്തരെയും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക. 3 മാസത്തേക്ക് അവരെ കൈപിടിച്ച് കണ്ട കഥ പറയാനല്ല, കൈപിടിച്ച് ബിസിനസ് പഠിപ്പിക്കണം. ബിസിനസിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയത്ത് നിന്ന് കാർ ഓടിച്ച് ഇവിടം വരെ എത്തിയപ്പം എനിക്ക് 4 ദിവസമായിട്ട് കോട്ടയത്തിന്റെ ചെറിയ ചികിത്സ ഉണ്ടായിരുന്നു. കാർ ഓടിക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ലതയാണ് കാർ ഓടിച്ചത്. ഇപ്പൊ ലത കാർ ഓടിച്ചപ്പോ ലത പറയാ, കാർ ഓടിക്കാൻ പഠിച്ചത് നന്നായി. ലത ഞങ്ങളുടെ കല്യാണത്തിനും ലതയ്ക്ക് ലൈസൻസ് ഉണ്ട്.
കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞ് എനിക്കൊരു ഇന്നോവ ഉണ്ട്, ഒരു ഹോണ്ട സിറ്റി ഉണ്ട്. ആ സമയത്ത് എനിക്ക് 2008-ലോ 2009-ലോ ആയിരിക്കും. ആ സമയത്ത് ഞാനൊരു ഇന്നോവ എടുത്തൊരു ഹോണ്ട സിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ ഇയാളോട് കാർ ഓടിക്കാൻ പറഞ്ഞ പുള്ളിക്കാർ വണ്ടിയെ കയറിയെന്ന് ഭയങ്കര ഉപദേശങ്ങളാണ്. അങ്ങോട്ട് പോക്കോ ഇങ്ങോട്ട് പോക്കോ, ഇതെന്താ ഇത്ര സ്പീഡ്, കിഴക്കോട്ട് തിരിയാൻ മേലെ, നിങ്ങൾക്ക് ഇവിടെ നിർത്താൻ മേലെ എന്നൊക്കെ. അപ്പൊ ഞാൻ നീ ഒന്ന് ഓടിച്ചു നോക്ക്. ഓടിക്കത്തില്ല. അവസാനം ഞാൻ പറഞ്ഞു, നീ ഇത് ഓടിച്ചില്ല ഞാൻ ഈ വണ്ടി വിൽക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വണ്ടി ഓടിപ്പിക്കാൻ. ഒരു സൺഡേ മുഴുവൻ ഒരു കയറ്റം കയറി പകുതി വണ്ടി നിന്ന് അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ക്ലച്ചും ആക്സലറേറ്ററും കൂടെ ഒരു കാലുകൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്യും, മറ്റേ സൈഡ് ബ്രേക്ക് ചെയ്യുന്ന ആക്സലറേറ്റർ കാല് കൊടുക്കുന്ന ടെക്നിക്ക് ഒരു ഫുൾ ഡേ ഇരുത്തി ഞാൻ അതേ പഠിപ്പിച്ചു. കയറ്റം കയറി പകുതി നിർത്തി വണ്ടി പുറകോട്ട് വരാൻ പഠിപ്പിച്ചു. ഇന്ന് ഏത് തിരക്കിലും അവർക്ക് ഓടിക്കാൻ പറ്റും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ 3-4 ദിവസം ഞാൻ മെനക്കെട്ടോണ്ടാ. പക്ഷെ ഇന്ന് വണ്ടി ഓടിച്ച് എനിക്ക് ധൈര്യമായിട്ട് വണ്ടിക്കകത്തിരുന്ന് ഉറങ്ങി വരാൻ പറ്റുന്ന ആ സമയം ഞാനെടുത്ത എഫേർട്ടാണ്. ആരെങ്കിലും എടുത്ത എഫേർട്ട് കൊണ്ട് നമ്മളെ ലൈഫിൽ മുഴുവൻ ഒരു എഫേർട്ട് ലൈഫ് ലോങ് കിട്ടണമെങ്കിൽ കൃത്യമായി പഠിപ്പിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എത്ര പേരെ നിങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് കാര്യങ്ങൾ. അവരെ കൂടെ നടന്ന് അവരെ പ്ലാൻ കാണിക്കാനും പ്രൊഡക്റ്റ് വിൽക്കാനും പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും മറ്റൊരാളെ ലിസ്റ്റ് എഴുതാനും ഒക്കെ പഠിപ്പിക്കുന്നിടത്താണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ കൂടെ വരുന്ന ഒരു വ്യക്തി ചിലപ്പോൾ നാളെ മുബീൻ മുഹമ്മദ് ആയിരിക്കാം. ആ വ്യക്തി ചിലപ്പം ഡിസ്കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ആ കവർ മാറ്റിയെടുക്കണം. അതാണ് ഡിസ്കവർ ചെയ്യാന്ന്. അതിൽ മൂടുപടം മാറ്റിയെടുക്കണം. അതിനാണ് നമ്മൾ ഒരു വ്യക്തിയെ നമ്മുടെ ബിസിനസ് പറ്റിയ ഒരു രൂപത്തിലേക്ക് ആക്കണം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളെക്കാളും ചിലപ്പോൾ പേഴ്സണാലിറ്റി ഉണ്ടെന്ന് നമ്മളങ്ങ് വിചാരിച്ച് അയാൾ പറയും നമ്മൾ ചില ആൾക്കാർ നമ്മളെ അങ്ങ് ഹൈജാക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ അയാൾ നമ്മളെ തലയിൽ കയറി അങ്ങ് ഭരിക്കാൻ തുടങ്ങും. ഞാൻ ഒരു കാലത്ത് ഒരാളെ സമ്മതിക്കാത്തൊരു കാര്യമാണ്. എന്റെ തലയിൽ കയറി ഭരിക്കാൻ തുടങ്ങാൻ ഞാൻ പതുക്കെ അങ്ങ് ഒഴിവാക്കും. കാരണം പോട്ടെന്ന് നോക്കും. കാരണം വെച്ചാൽ എനിക്ക് വേണ്ടല്ല, ഒരാൾ പറയുന്ന എല്ലാം കേൾക്കാൻ ഞാൻ റെഡിയാ. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല, ഇങ്ങനെ അത് മറ്റേ ടീം നോക്കി ആ ടീമിനകത്ത് പോയി അങ്ങനെ സംഭവം ഉണ്ട്, അവിടെ ഭയങ്കര സംഭവം. അവൻ പാവം കുടുംബം വിറ്റ് ആൾക്കാരെ കൊണ്ട് 1.5 ലക്ഷം രൂപ പർച്ചേസ് ചെയ്തിട്ട് ഗോവ ട്രിപ്പ് നടത്തിയിട്ടായിരിക്കും അവൻ ചെയ്തോണ്ടിരിക്കുന്നത്. എന്നോട് പല ആൾക്കാരും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബിസിനസ്സിലൊന്നും അവരില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇല്ല. ഇവർ പല ആൾക്കാരും പല യൂട്ടോപ്യൻ ഐഡിയാസ് വന്നു. അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, പല പ്രൊമോഷൻ നടത്താതെ ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല. കാരണം നമുക്കറിയാം ബിസിനസ് ലോങ് ടൈം നിലനിൽക്കണമെങ്കിൽ എനിക്ക് ചില ഐഡിയാസ് ഉണ്ട്. എന്റെ അപ്ലൈന് വേണ്ടി ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതാണ് ശരിയെന്ന് മനസ്സിലായി. അപ്പൊ നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാരെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം. നമ്മൾ അവരുടെ ശിഷ്യരായി പോകാതെ അവരെ നമ്മളെ ശിഷ്യരാക്കുക, സിസ്റ്റത്തിന്റെ ശിഷ്യരാക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ശരിയാകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ 3 മാസം എങ്കിലും കൂടെ നടന്ന് അവരെ സിസ്റ്റം പഠിപ്പിക്കുക, കൈ പിടിച്ച് നടത്താൻ പഠിപ്പിക്കുക, ബിസിനസിന്റെ ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുക. കാരണം ലോകത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് നമ്മുടെ ബിസിനസ്. അതിനോട് പറ്റിയൊരു സിസ്റ്റമാണ് SBG. ഈ സക്സസ് ബറിയുടെ സിസ്റ്റം പഠിക്കുന്നതിന് പകരം ഇതിന് നമ്മൾ വേറെ ലോകത്തുള്ള എല്ലാം പഠിപ്പിച്ചിട്ട് ചില ആൾക്കാരങ്ങ് പ്രൊഡക്റ്റിൽ അനാവശ്യ എംഫസിസ് കൊടുക്കും. പ്രൊഡക്റ്റ് വേണം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ടീം ബിൽഡിംഗ് ഇല്ലാതെ പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ടീം ബിൽഡിംഗ് ഉണ്ടായിട്ട് പ്രൊഡക്റ്റ് ഇല്ലെങ്കിലും ഒരു കാര്യമില്ല. അപ്പൊ ഇതിനൊരു ബാലൻസ് വേണം. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതിലാണ് നിങ്ങളെ കഴിവിരിക്കുന്നത്. ദെൻ അവിടെയാണ് 5-ാമത്തെ പോയിന്റ്, ബിൽഡിംഗ് ഡെപ്ത് ഇൻ ഓർഗ് 1 and 2. നമ്മളൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് വേണം, മാർക്കറ്റിംഗ് വേണം. അത് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റും വേണം, ടീമും വേണം. ഇതിനകത്ത് നെറ്റ്വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രൊഡക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ടും പൂർണ്ണമായും ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരു ബാലൻസ് ഉണ്ടാകണം. നമുക്ക് വേണ്ട ലെയേഴ്സ് ഓഫ് ലീഡേഴ്സ് ആണ്. ലീഡേഴ്സിന്റെ നിര ഉണ്ടാകണം. ലീഡേഴ്സിന്റെ നിര ഉണ്ടാകണമെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല. കുറെ XYZ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ടായി, പക്ഷെ ഇവരാരും ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. ആലോചിച്ച് നോക്കാം, നിങ്ങൾക്ക് എന്താ ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് എന്ത് ഇതാ ഉള്ളത്, വാല്യൂ ഉള്ളത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് പുതുതായിട്ട് നിങ്ങളുടെ ടീമില് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്താനായിട്ടുള്ള 3 പേരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ തന്നെ കണ്ണാടി നോക്കി കാണാൻ പറ്റും. സോ നമ്മുടെ ബിസിനസ്സിനകത്ത് പുതിയ ഒരാളെങ്കിലും ഒരു അടുത്ത 3 മാസം കൊണ്ടൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് നയിക്കുന്ന ആൾക്കാർ വേണം. ചിലപ്പോൾ TC ATC ഒക്കെ ഉണ്ടാവും, പക്ഷെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടന്ന എത്ര പേരുണ്ട്? ഒരു വലിയ ഫോക്കസിൽ വർക്ക് ചെയ്യുന്ന എത്ര ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചില ആൾക്കാർ കഴിഞ്ഞ 5 വർഷം 4 വർഷമായിട്ട് ബിസിനസ്സിൽ ഉണ്ടായിട്ടും അവർ 1-2 പേര് മാത്രം ഇങ്ങനെ കമ്പനി അടിച്ച് നടക്കുകയാണ്. അവരെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പോയാൽ എന്തുണ്ടാവുക? നിങ്ങളും ഒന്നും എത്താൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ ടീമിനകത്ത് പുതിയ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാർ വരണം. അതുകൊണ്ട് സീരിയസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്യണം. അവര് പുതിയ ആൾക്കാര് ടീം ബിൽഡ് ചെയ്യാനും പ്രൊഡക്റ്റ് വിൽക്കാനും പഠിക്കണം. അവരെ പഠിപ്പിക്കണം, അവരെ ഏറ്റെടുത്ത് നടത്തണം. അവരെ SBG സിസ്റ്റം പഠിപ്പിക്കണം. അത് റിപ്പീറ്റ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും അവരെ പഠിപ്പിക്കണം. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാല് ഇത് ഞാനും വിനോദം ഉണ്ടാക്കിയ സിസ്റ്റം അല്ല. കഴിഞ്ഞ ഒരു 60 വർഷത്തോളം ഡയറക്ട് സെല്ലിങ്ങിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് വേൾഡ് വൈഡ് സസ്റ്റൈനബിൾ ബിസിനസ് ചെയ്യുന്ന എല്ലാ ടീമുകളും ഫോളോ ചെയ്യുന്നതിന് അത് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ പാകപ്പെടുത്തിയ സാധനമാണ്. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നാളെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ലോങ് ടൈം ആയിട്ട് നമുക്ക് ബിസിനസ്, ഞാൻ ഈ ബിസിനസ്സിൽ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ലോങ് ടൈം സസ്റ്റൈനബിൾ ബിസിനസ്സിലാണ് നമുക്ക് താല്പര്യം. ഷോർട്ട് ടൈം ഗെയിനിങ് ബിസിനസ് നമുക്ക് താല്പര്യമില്ല.
ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നാളെ നിങ്ങൾക്ക് വലിയ വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അത് പഠിപ്പിച്ചെടുക്കാം. എല്ലാ സീരിയസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും അപ്ലൈൻ ലീഡറും സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇവരെ അപ്ലൈനുമായിട്ട് കണക്ട് ചെയ്താൽ ചിലപ്പോൾ പ്രശ്നം എന്റെ വില കുറയും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ തെറ്റാണ്. നിങ്ങൾ അപ്ലൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്കും അപ്ലൈനും വാല്യൂ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കാം. സോ 5 ഫംഗ്ഷൻ എങ്കിലും, ഫിസിക്കൽ ഫംഗ്ഷൻ, ഓഫ്ലൈൻ ഫംഗ്ഷൻ എങ്കിലും 5 ഫംഗ്ഷൻ എങ്കിലും ഏറ്റവും നല്ല GTSകളാണ്. പ്രൊഡക്ട് ട്രെയിനിങ്ങിൽ ഇപ്പൊ എല്ലായിടത്തും നടക്കുകയാണ് ഈ ആഴ്ചകളിൽ. അതിനകത്തൊക്കെ പങ്കെടുപ്പിക്കുക. ദെൻ 6ാമത്തെ കാര്യം, ഒരു മെന്റർ, ഒരു ഗുരു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ചു മനസ്സിലാവാൻ ആള് വേണം. പ്രോഗ്രസ് ചെക്ക് 2 ആഴ്ചയെങ്കിലും കൂടുമ്പോൾ ഞാൻ പോകുന്നത് ശരിയാണ്, എന്റെ ബിസിനസ് ശരിയാണ്, ഇത് മനസ്സിലാക്കാൻ നിങ്ങളെ അപ്ലൈൻ തന്നെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളുടെ അപ്ലൈൻ തന്നെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ചിലപ്പോൾ നമുക്ക് GTSC പോകുമ്പോൾ പരിചയപ്പെടുന്ന വേറെ ഏതോ ടീമിലുള്ള, മോഹൻ സാറിന്റെ ടീമിലുള്ളതോ വെൽനി സാറിന്റെ ടീമിലുള്ളതോ അല്ലെങ്കിൽ വേറെ ഏതോ ടീമിലുള്ള ആളെ കണ്ടേക്കാം. അദ്ദേഹത്തിന് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയേക്കാം. അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങേരോട് ഉപദേശം ചോദിക്കാൻ പോയാൽ നിങ്ങളുടെ ബിസിനസ് ഇല്ലാതെ പോകും. അങ്ങനെ പോയ ഒത്തിരി ചരിത്രം നമുക്കുണ്ട്. ദെൻ നമ്മൾ തന്നെ ഈ ബിസിനസ്സിനകത്ത് ആക്റ്റീവ് അല്ലാത്ത കുറെ ആൾക്കാരുടെ ഉപദേശം ചോദിക്കാൻ പോയാൽ അതിനേക്കാളും പ്രശ്നമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യുന്ന സിസ്റ്റത്തിലുള്ള സക്സസ് ബറി ഗ്ലോബൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുക. അവർക്ക് നമ്മളെ കളക്ഷൻസ് വേണ്ടെന്നാ നോക്കുക. അത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ എല്ലാ പ്രവർത്തികളെയും നിങ്ങൾ ഷാർപ്പൺ ചെയ്യുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെന്റർഷിപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ് ഈസ്, ഈ ബിസിനസ് നമ്മൾ എന്തിനാ ചെയ്യുന്നത്? വരുമാനം ഉണ്ടാക്കാം, അല്ലെ? ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞ വാക്കുകൾ, അല്ല ഒരു കവിത 2 വരി എഴുതിയ കുഞ്ചൻ നമ്പ്യാരാന്ന് എഴുതിയ, അത് എല്ലാവരും വളരെ പ്രസിദ്ധമാണ്. ഇതെല്ലാ സംഭവം ഒക്കെ നല്ലതാ. ഡയറക്ട് സെല്ലിങ് നല്ലതാണ്, മൈ ലൈഫ് നല്ലതാണ്, സക്സസ് ബറി നല്ലതാണ്, പ്രൊഡക്റ്റ് നല്ലതാണ്, അപ്ലൈ നല്ലതാണ്, ഞാനും നല്ല. വരുമാനം വേണ്ടേ? നിങ്ങളെ കഥ പറയുന്ന പല ആൾക്കാരും നമ്മുടെ ചുറ്റും ഉണ്ടാവും. അവരൊക്കെ വരുമാനം ചോദിച്ചു നോക്ക്. നിങ്ങൾക്ക് എന്തുമാത്രം വരുമാനമുണ്ട്? ചോദിച്ചാൽ പറയണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയണില്ല. പക്ഷെ അവരെ കണ്ടാൽ അറിയാമല്ലോ അവർക്ക് എന്ത് മാറ്റം വന്നു, ഈ ബിസിനസ്സുകൾ എന്തൊക്കെ മാറ്റം വന്നു. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു ടാർഗറ്റ് വേണം നമുക്ക്. എല്ലാ ആഴ്ചയും നമുക്ക് വരുമാനം ഉണ്ടാവണം. എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിലെ കീ ആയിട്ടുള്ള ആൾക്കാർക്ക് 500-1000 രൂപയെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ലെവലൊരു ബിസിനസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളൊരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഏറ്റവും കുറഞ്ഞൊരു ചെറിയ വരുമാനമെങ്കിലും ഉണ്ടാവണം. നിങ്ങളുടെ കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരു ചെറിയ വരുമാനം മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ ആദ്യത്തെ ആഴ്ചകളിലൊന്നും സാധിച്ചെന്ന് വരികയല്ല. 2, 3, 4 ആഴ്ച കൊണ്ട് വരുമാനം മേടിച്ചു കൊടുത്താൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിനകത്തുള്ള പല കാര്യങ്ങളും നമുക്ക് ഭാവിയിൽ അവരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചിലപ്പോൾ ഇപ്പം 1.5 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാൾക്ക് 1000 രൂപയുടെ വരുമാനം ഒരാഴ്ച മേടിച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് സന്തോഷം ഇല്ലാതാകുമെന്ന് പറയണ്ട. അയാൾക്ക് സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. 1000 രൂപ വേറൊരു സ്ഥലത്ത് നിന്ന് വരാനുള്ള സാധ്യതയുണ്ടല്ലേ എന്ന് എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു ആന്റി ചോദിച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഡെയ്സി ആന്റി ഈ തുടക്കകാലത്ത്, അല്ലെ, നമ്മുടെ കഴിഞ്ഞുള്ള ആന്റിക്ക് ഒരു 600 രൂപയുടെ ചെക്ക്, അന്ന് ചെക്ക് വരിക. ഇതും കൊണ്ട് അവരൊരു സെഷൻ വന്നു. എനിക്കൊരു 600 രൂപ. ആന്റിയുടെ ആസ്തി കണ്ടെങ്കിൽ ഞെട്ടിപ്പോകും. ആന്റിക്ക് 3 ബ്യൂട്ടി പാർലർ ഖത്തറിലുണ്ട്. അത് ആൾക്കാർക്ക് കൂടെ. അതിന്റെ ഇതുണ്ട്, നാട്ടിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്, ലീസിന് കൊടുത്തിട്ടുണ്ട്, വീടുണ്ട്, വാടകയുണ്ട്. 600 രൂപയുടെ ചെക്കും ഒക്കെ പിടിച്ചു വന്നതോ. അന്നത്തെ കാര്യം വന്ന എനിക്ക് 14 ലക്ഷം രൂപ വിലയുള്ള ഹോണ്ട ടൊയോട്ട കൊറോളയിൽ അവർ വരുന്നത്. 600 രൂപയുടെ ചെക്ക് നമ്മൾ കണ്ട് ഞെട്ടിപ്പോയി. എന്താ സംഭവം? അവര് പറഞ്ഞു എനിക്ക് ഒരു വരുമാനത്തിലൂടെ സാധ്യതയുണ്ട്. എനിക്ക് വയസ്സ് ഇപ്പൊ 59ആയി. 59ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു വരുമാനം മേടിക്കാൻ സാധിച്ചു. ഇത് പല ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇപ്പോഴും നിങ്ങളുടെ ടീമിൽ ഒരാൾക്ക് ഒരു അഡീഷണൽ വരുമാനം മേടിച്ചു കൊടുക്കുന്നതിന്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ കൂടെ നടന്നൊരു വരുമാനം മേടിച്ചു കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആവശ്യമുള്ളവരുണ്ടാവും, ആവശ്യം ചിലപ്പോൾ തിരിച്ചറിയാത്തവരും ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവർക്കും ആവശ്യമുണ്ട്. വീക്ക്ലി പ്ലാനിങ്, ഡെയിലി പ്ലാനിങ്, ബെറി സ്റ്റാർ, ബെറി ഡബിൾ സ്റ്റാർ, ഇങ്ങനെ ഓരോ പ്ലാനിങ് നിങ്ങൾ നടത്തുക. അതിൽ എക്സൈറ്റഡ് ആകുക. എക്സൈറ്റ്മെന്റ് ആണ് ഈ ബിസിനസ്സിനകത്ത് ഒരു പ്രധാന ഘടകം. നമുക്ക് ജീവിക്കാൻ ഓക്സിജൻ വേണമെന്ന് പറയുന്ന പോലെ ഈ ബിസിനസ് ചെയ്യാൻ ആകെ വേണ്ടത് എക്സൈറ്റ്മെന്റ്, ആവേശം. അത് കറക്റ്റായ രീതിയിലായിരിക്കണം. വെറുതെ ഈ എന്താ എക്സൈറ്റ്മെന്റ് വിത്ത് റോങ് സെൻസ് എന്ന് പറഞ്ഞാൽ അത് പറയാം. നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷനും ഫിഷനും ഒക്കെ ഉണ്ട്. അതായത് ഒരു ആറ്റത്തിനെ വിഘടിച്ച് ഒരു ന്യൂക്ലിയർ ഇതിനെ ബോംബ് ഉണ്ടാക്കാൻ പറ്റും, അതിനെ യോജിപ്പിച്ചുണ്ടാക്കാൻ പറ്റും. ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കാം. കറണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, സ്ഫോടനം നടത്താൻ ഉപയോഗിക്കാം, നശിപ്പിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ പോസിറ്റീവ് ആയുള്ള എക്സൈറ്റ്മെന്റ് ആണ് നമുക്ക് ആവശ്യം. പോസിറ്റീവ് ആയുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സോ ബി ഫോക്കസ്ഡ് ഓൾവേസ്. റിയലൈസ് ദാറ്റ് യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. സക്സസ് ബറി ഗ്ലോബൽ പോലെ പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ കൂടിയാണ്. വളരെയധികം ഫോക്കസ് ഉള്ള സിസ്റ്റവും നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും പറ്റുന്ന സിസ്റ്റത്തിനോട് നിങ്ങളുണ്ട്. നിങ്ങളുടെ ഡെഡിക്കേഷനും പാഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ വിന്നിങ് ഈസ് എ ഡിസിഷൻ. ഓൾവേസ് റിമെമ്പർ, വിന്നിങ് എപ്പോഴും ഒരു ഡിസിഷനാണ്. ആ ഡിസിഷന്റെ കൂടെ പോകണം. നിങ്ങൾ ട്രെൻഡിന്റെ കൂടെ പോകാൻ ഒരു കാര്യം മനസ്സിലാക്കുക. കഴിഞ്ഞ 30 വർഷമായിട്ട് കേരളത്തിലുണ്ടായ എല്ലാ മില്യനേഴ്സിലും എടുത്താൽ
75%, അതായത് 4-3 പേരും NRI ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നു. പക്ഷെ അടുത്ത 10 വർഷം കൊണ്ട് കേരളത്തിൽ പുതുതായിട്ടുണ്ടാകാവുന്ന ഡയറക്ട് മില്യണേഴ്സിനെ എടുത്താൽ അതിനകത്തൊരു 10-1, 10-4, 10-2.5, 25% ഡയറക്ട് സെല്ലിൽ നിന്നുള്ള സാധ്യതയുണ്ട്. അതിന് പറ്റിയൊരു സാധനമാണ് ഈ 16-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ നിൽക്കുക. നമ്മൾ വലിയൊരു ഇവന്റ് വരും, അതിന്റെ കൂടുതൽ അനൗൺസ്മെന്റ് നിൽക്കുക. നിങ്ങൾ മനസ്സിലാക്കുക. മുബീൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, അതുപോലെ ജെയ്റോ ജെയിംസ്, അതുപോലെ തന്നെ ചലപതി സാറ്, നിങ്ങളുടെ ലീഡേഴ്സ് ഒക്കെ തന്നെ ഇതിനകത്തുണ്ടാവും. എല്ലാവരും വലിയൊരു ബിസിനസിന്റെ ഒരു പാതയിൽ വലിയത് വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു വലിയൊരു ഫംഗ്ഷൻ ആയിരിക്കും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ ബി വിത്ത് സക്സസ്ബറി ഗ്ലോബൽ, ഗ്രോ വിത്ത് സക്സസ്ബറി ഗ്ലോബൽ. സക്സസ്ബറി ഗ്ലോബലിന്റെ കൂടെ നിൽക്കുക, വളരുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. SBGs യുവർ ഗോൾഡൻ വിങ്സ് ടു ഫ്ലൈ. നിങ്ങൾക്ക് പറക്കാനുള്ള സ്വർണ്ണച്ചിറകളാണ്. ഈ സ്വർണ്ണച്ചിറകളും വെച്ച് എഴഞ്ഞു നടക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും. അത് അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറാതെ യു ഹാവ് ടു ഫ്ലൈ അബവ് ദ റെയിൻബോ. മഴവില്ലിന്റെ മുകളിൽ പറക്കുക. ഞങ്ങൾക്ക് വലിയ ലെവലിൽ എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ആഴ്ചയിൽ 2,10,000 രൂപ വരുമാനം ഉണ്ടാക്കി ജീവിതം എൻജോയ് ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ പോകണം. ആ സമയത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എൻജോയ് ചെയ്യാനുണ്ട്. അതിന് പറ്റിയൊരു ആരോഗ്യവും അതിന് പറ്റിയൊരു എന്താ പറഞ്ഞ ബുദ്ധിശക്തിയൊക്കെ നമുക്ക് ദൈവം തട്ടെന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ അതിനെ പറ്റിയ പ്രവൃത്തി ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. സോ വർക്ക് ഹാർഡ് ടുവേർഡ്സ് യുവർ സക്സസ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ദയവ് വിത്ത് യു. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഇത് നാളെ മറ്റൊരു ലീഡർ ഇതേ സമയത്ത് തന്നെ ഉണ്ടാവും. ഇതേ ലെവലിൽ ഇപ്പൊ 425 പേരോ 430 പേരോ ഉണ്ടായിരുന്നു. സോ അത്രയധികം ആൾക്കാർ നാളെ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവരും മാക്സിമം പ്രൊമോട്ട് ചെയ്യാം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവർക്കും നല്ല നേട്ടം ഉണ്ടാകുക. ഗെറ്റ് എക്സൈറ്റഡ്. ഈ ആഴ്ച തന്നെ അതായത് ഇതിപ്പോ അടുത്ത ആഴ്ച ആയിരിക്കും. ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു വലിയൊരു ന്യൂസ് വരാനുണ്ട്. സോ ലെറ്റ്സ് എക്സ്പെക്ട് ദാറ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. സീ യു. ബൈ.